ഉള്ളാളത്തെ ആട് എന്ന് പറയുന്ന ആടുണ്ട്, എനിക്കറിയോ അറിയില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ നാട്ടിടവഴികളിലൂടെ ഒരു ആട് വരും. ആട് എന്ന് പറഞ്ഞാൽ ഈ ആട് എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല. ഒരു വയസ്സനെ പോലെ ആയിരിക്കും അതിൻ്റെ മുഖം, നല്ലോണം താടിയെല്ലാം അതിൻ്റെ കഴുത്തിലൊരു സഞ്ചി ഉണ്ടാവും. അപ്പം ഈ എൻ്റെ അമ്മ, എനിക്ക് വിഷുവിന് പടക്കം പോലും മണിക്കാൻ പൈസ തരാത്ത അമ്മയാണ് എൻ്റെ അമ്മ. പക്ഷേ ഈ ആട് ഇങ്ങനെ ഈ സഞ്ചിയും തൂക്കിയിട്ട് നമ്മളെ ഇടവഴികളിലൂടെ വരുമ്പോൾ ഈ അമ്മ ഇതിൻ്റെ സഞ്ചിയിൽ പൈസ ഇടും. അപ്പോൾ ഞാൻ അമ്മയോട് നിങ്ങൾക്കിത് പ്രാന്താണോ ചോദിക്കും. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു വാചകമുണ്ട്, എടാ അത് ഉള്ളാളം പള്ളിയിലത്തെ ആടാന്ന്, അതിന് പൈസ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലത് വരും എന്ന് അമ്മ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, ഈ ആടിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് മൂസാക്കുട്ടൻ എന്നാണ്. മൂസാക്കുട്ടൻ എന്നാണ് ആടിനെ വിളിക്കാറുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ നാടുകളിൽ കല്യാണം നടക്കാതിരുന്നാൽ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് കള്ളു കുടിച്ചിട്ട് ജീവിതം കുട്ടിച്ചോറാക്കിയാൽ, അല്ലെങ്കിൽ പിന്നെ മകന് ജോലി കിട്ടാതെ ആയാൽ ഉള്ളാളം പള്ളിയിലേക്ക് ആടിനെ നേരുന്ന ഒരു ശീലം ഞങ്ങളുടെ നാട്ടുകാർക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ ജാതി മതഭേദമന്യേ ഉള്ളാളം പള്ളിയിലേക്ക് ആടിനെ നേരുകയും ഉള്ളാളം പള്ളിയിൽ നിന്ന് വരുന്ന ആടിൻ്റെ സഞ്ചിയിൽ പൈസ ഇടുകയും ചെയ്യുന്നൊരു ശീലം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ 1992 ഡിസംബർ 6 എന്ന ഒരു ദിവസമുണ്ട്. ഇന്ത്യൻ മതേതരത്വത്തിന് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പോറലേൽപ്പിച്ച ബാബറി മസ്ജിദ് എന്ന പള്ളി തകർക്കപ്പെട്ട ദിവസമാണ് അത്. അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം കാസർഗോഡും അല്ലെങ്കിൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ആകമാനം മതം എന്ന് പറയുന്നത് ദയയുടെ മതം പോലെയായി മാറുകയും 1992 ഡിസംബർ 6 ശേഷം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ജനാധിപത്യ വിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യൻ മതേതരത്വത്തിന് എക്കാലത്തും വലിയ മുറിവുണ്ടാക്കിയിട്ടുള്ള ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം എൻ്റെ നാട്ടിലേക്ക് ഉള്ളാളിൽ നിന്ന് ആടുകൾ വരാറില്ല. അത് ഞാൻ ഉള്ളാൾ എന്ന ഒരു കഥയായിട്ട് എഴുതുകയും അത് DC ബുക്സിൽ ഉള്ളാൾ എന്ന കഥാസാമാരമായിട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ ആടിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്,